ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇൻട്രോ എടുത്തപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ എടുത്തെങ്കിലും ബാക്കി വീഡിയോസ് എടുത്തപ്പോൾ ഞാൻ നേരെ വെച്ചിട്ടാണ് ക്ലിപ്സ് എല്ലാം എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടായിരിക്കാം വീഡിയോ കാണുന്നത്. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ശരിയാക്കിക്കോളാം. കാരണം ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാന്നുള്ള വ്ളോഗാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ആദ്യം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഇൻട്രോ എടുക്കുമ്പോൾ മിണ്ടാതെ അടുത്തൊന്നൊരാളിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോയിലേക്ക്. ഇപ്പോൾ ഒരു സന്ധ്യ ആയപ്പോൾ മമ്മി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ് കലാപരിപാടികളൊക്കെ തുടങ്ങിയത്. ചെമ്മീനാണെങ്കിൽ ഇവിടെ ചെമ്മീൻ പോയിട്ട് പച്ച ചെമ്മീൻ പോലും ഇപ്പോൾ ഇവിടെ കിട്ടാനില്ല. അങ്ങനെ പിന്നെ മമ്മീൻ്റെ അടിയിൽ തന്നെ ചെമ്മീനൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പം തന്നെ ആ ചെമ്മീനെല്ലാം ഒരു മുറത്തിലേക്ക് മാറ്റിയിട്ട് ചെമ്മീനൊക്കെ കിള്ളാൻ വേണ്ടി തുടങ്ങി. രാത്രി ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിറ്റേ ദിവസമാണ് പണി തുടങ്ങിയത്. അങ്ങനെ എല്ലാ ചെമ്മീൻ കിള്ളി വെച്ചത് ഒരു ഊട്ടപാത്രത്തിലേക്ക് മാറ്റി കഴുകിയെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. പക്ഷെ തേങ്ങ ചതച്ചിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചീത്ത തേങ്ങയായിരുന്നു തന്നിട്ടുള്ളത്. കാരണം പിന്നെ വേറെ തേങ്ങ ഉള്ളവരെ രക്ഷപ്പെട്ട്. അങ്ങനെ ചെമ്മീനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഞാനത് വെള്ളം കളഞ്ഞിട്ട് അരിപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം പാടില്ലല്ലോ. എല്ലാ ചെമ്മീനും അരിപ്പിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ മമ്മീൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട്. എന്നെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മമാരില്ലാണ്ട് കൂടെ പറ്റില്ലല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ അടുക്കളയിൽ കയറി പരിചയമില്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ തന്നെ ചെമ്മീനെല്ലാം ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചട്ടി ചെറുതായി കൊണ്ടിട്ട് ഞങ്ങൾ വലിയ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് ഉപ്പിട്ട് അങ്ങനെ ചെമ്മീൻ മമ്മി വറുത്തെടുക്കാൻ വേണ്ടി മമ്മിയോടെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാൻ 2 പാക്കറ്റ് വറ്റൽമുളക് അരിപ്പയിലേക്ക് മാറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ട് കളയാൻ വേണ്ടിയിട്ട് കഴുകി ഞെട്ട് കളയണമല്ലോ. വെള്ളം ചെമ്മീൻ കഴുകിയ പോലെ തന്നെ ഈ വറ്റൽമുളകിന് വെള്ളം പാടില്ലല്ലോ. മര്യാദക്ക് വറുത്ത് കിട്ടൂല. മുളകാണെങ്കിലും ചെമ്മീനാണെങ്കിലും വറുത്ത് കിട്ടില്ല. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതാണെങ്കിൽ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കാൻ പോകണില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു ലോങ് വീഡിയോ പൊതുവെ ചെയ്യൽ കുറവായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിൽ കയറുന്നത് ആണ്ടിലും കൊല്ലത്തിലാണെങ്കിലും എനിക്കെന്തെങ്കിലും പണി ചെയ്യാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഈ പണി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി തന്നെ ആ പാത്രം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി മാറ്റിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിലും ഇടയിൽ കൂടെ ഇപ്പോൾ കൈ അപ്പം കഴുകിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അടുക്കള ഞാൻ കയറാറില്ല. അത് പ്രത്യേകം എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ കമൻ്റ് ആയിട്ട് വരുവേ, അതുകൊണ്ടിട്ട് തന്നെയാണ്. പിന്നെ കൈ കഴുകിയിട്ട് മേത്ത് തൂക്കുന്ന സ്വഭാവം എനിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള പരിപാടി തന്നെയാണ്. പിന്നെ ഡിസംബർ മാസം ആവാനായപ്പോൾ തന്നെ നവംബർ മാസം പകുതിയായപ്പോൾ തന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും രാവിലെ തണുപ്പാണെങ്കിലും അടുക്കളയിൽ കയറുമ്പോഴാണ് ആ ചൂടിൻ്റെ വില അങ്ങോട്ട് മനസ്സിലാവണത് കേട്ടോ. ഞാൻ കയറാറില്ലാത്തതുകൊണ്ട് എനിക്ക് കയറിയപ്പോൾ മനസ്സിലായൊരു കാര്യമാണ്. വല്ലപ്പോഴൊക്കെ തോന്നിയാൽ കയറും, അല്ലാണ്ട് കയറലൊന്നുമില്ല. അപ്പം മമ്മി ചെമ്മീനിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി ഉള്ളിലേക്ക് എന്തോരം വേണമെന്നൊക്കെയുള്ള കണക്കൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ മമ്മി ഉള്ളതുകൊണ്ട് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പാളിപ്പോന്നുള്ളൊരു പേടിയില്ല. കാരണം നല്ല എല്ലാ സാധനവും മമ്മി ഉണ്ടാക്കാത്ത സാധനങ്ങളില്ല, എല്ലാം ഒന്നും പാളിപ്പോവാറുമില്ല. അതുകൊണ്ടിട്ട് മമ്മിയുടെ റെസിപ്പി കാരണം ഒട്ടും ടെൻഷൻ ഇല്ലാതെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തത്. ഇങ്ങനെ ഉള്ളിയും ഇഞ്ചിയും കൂടെ ക്ലീനാക്കി മാറ്റി വെക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ. പിന്നെ കുറേ പേര് എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. ചെമ്മീനൊക്കെ വറുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിളക്കും ഇടയ്ക്ക് അമ്മയിളക്കും, അങ്ങനെയാണ് കേട്ടോ. മുളക് ഇതുപോലെ തന്നെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി തേങ്ങയല്ല വറ്റൽമുളക് ഇനി നൈസായിട്ടൊന്ന് വറുത്തെടുക്കണം. അതും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി പാടും. അപ്പോൾ അതുകൊണ്ടിട്ട് അതങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചിരണ്ടിയതല്ല, കൊത്തിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് മമ്മി. അത്
അതാണ് എളുപ്പപ്പണി. ചിലവില്ലാത്തവർക്ക് അതാണ് എളുപ്പപ്പണി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതായിട്ട് കമൻറ്റ് വരണ്ട. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ളിയും ഇഞ്ചിയൊക്കെ അതിലേക്ക് ഇട്ട് ഇനി ചെറിയ ബ്രൗൺ കളറാണ് വരെ മിക്സ് ചെയ്യണം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ വറുത്ത് മാറ്റി സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുളി ഇടണമല്ലോ, പുളി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുളിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പുളീൻ്റെ കുരു സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇടുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിക്സിയിട്ട് ഒറ്റയടിക്ക് അടിച്ചെടുത്താൽ മതി. പക്ഷേ എനിക്കൊരു സുഖമില്ലാത്തതുകൊണ്ട് ഓക്കെ തോന്നാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തുന്നുള്ളൂ കേട്ടോ. മമ്മീൻ്റെ ഇടയിൽ കൂടെ അവിടെ തേങ്ങ ബ്രൗൺ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ചീനച്ചട്ടി പതിവ് പോലെ തന്നെ തികയാഞ്ഞത് കൊണ്ടിട്ട് ഞങ്ങൾ പാനിലേക്ക് മാറ്റി പുളിയും വേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി പപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. പപ്പക്ക് നൈറ്റ് ആയിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് പപ്പ ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് കൊടുത്തുവിടാനായിട്ട്, ജിബിന് കൊടുത്തുവിടാനായിട്ട് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മമ്മേൻ്റെ ഇടയിൽ കൂടെ ഓരോ കുത്തൊക്കെ കൊടുക്കേണ്ട. അതുകൊണ്ടാണ് പപ്പയിരുന്ന് ചിരിക്കണേണ്ട. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പപ്പയോട് സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോയി. കാരണം ഇത് തീർന്നില്ലെങ്കിൽ പാക്കിങ് നടക്കൂല. അപ്പോൾ പുള്ളിയുടെ ബ്രദർ പോണതിന് മുമ്പ് തന്നെ പാക്കൊക്കെ ചെയ്ത് എല്ലാ സാധനം കൊണ്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വറുത്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സിയിട്ട് അടിച്ചെടുത്താൽ മതി. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നന്നായിട്ട് വിശന്ന് ചോറ് കഴിച്ചപ്പോൾ ഉച്ചയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. ഇടയ്ക്ക് ഒരു ചിക്കൻ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം മമ്മി ഇതെല്ലാം എടുത്ത് മിക്സിയിലിട്ട് ഇനി മമ്മി ഒന്ന് കറക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം മതിയല്ലോ ചോറിനാനായിട്ട്. ഞങ്ങൾ ചെറുപ്പത്തിലേക്ക് ഈ സാധനം തൊടേ പോലും ഇല്ല. പക്ഷേ ഇപ്പം കഞ്ഞിയടപ്പം ഈ ചമ്മന്തിപ്പൊടി മാത്രം മതി. കുറേ കഞ്ഞി തന്നെ കുടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇനി ഇതൊന്നും വേണ്ടെന്നാണല്ലോ അല്ലേ? അങ്ങനെ ഇപ്പോഴത്തെ നാട്ടിൽ അപ്പം അതിൻ്റെ ഇടയിൽ കൂടി മാജിയമ്മ പറയേണ്ടത് ഇത് മതിയല്ലേ ചോറിനാന്നൊക്കെ കമൻറ്റ് അടിക്കണ്ടോ അവിടെ നിന്ന്. ശരിയല്ലേ പറയണതല്ലേ? എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അപ്പം തന്നെ ആറിയതിന് ശേഷം മിക്സിയിൽ നിന്ന് മാറ്റി അത് ആറിയതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഈ പാക്കിങ് തുടങ്ങാൻ പോണേ. അപ്പം അമ്മ എനിക്ക് പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ വേണം കെട്ടാൻ വേണ്ടുന്നത്. അത് ബേക്കറി ഐറ്റംസ് ഒരു കിറ്റിലാക്കി വെച്ചേക്കൊണ്ട് തന്നെ അമ്മ പറയാനാണ് ഇങ്ങനെ വേണം പാക്കിങ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ്. പക്ഷെ പാക്കിങ് ഒക്കെ ചെയ്ത് അമ്മ കേട്ടോ. അങ്ങനെ ഞാനിവിടെ ചോറിനാൻ വേണ്ടി ചോറും ചിക്കൻ ഫ്രൈയും നെല്ലിക്കച്ചാറും തൈരൊക്കെ കൂട്ടി ചോറ് തന്നപ്പോൾ സമാധാനം കേട്ടോ. ചെമ്മീനച്ചാർ നേരത്തെ ഉണ്ടാക്കിയിട്ട് മമ്മി ഓൾറെഡി കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീനച്ചാറിൻ്റെ വ്ളോഗ് ഇതിട്ട് കാണാത്തവരാണെങ്കിൽ എടുത്ത് കാണാൻ മറക്കരുത് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാവേ. പിന്നെ ബേക്കറി ഐറ്റംസ് ആയിട്ട് കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ ബേക്കറിയിൽ ഇതുപോലെ ഒരു എഗ് വൈറ്റും കാഷ്നട്ട് കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ അത് പുള്ളിക്കാരൻ ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കണമെന്ന് അതൊക്കെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ അത് കൂടെ കൊടുക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കറുത്ത ഹൽവയും മിക്സറൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ പാക്കിങ്ങൊക്കെ ഇവിടെ മമ്മി ചെയ്യുന്നുണ്ട്. ഞാൻ പേരെഴുതാൻ വേണ്ടി മാത്രം പോയിരിക്കണം കേട്ടോ. പക്ഷെ ഞങ്ങളിപ്പോൾ ഡബിൾ ടേപ്പിൽ പേര് എഴുതി കൊണ്ടിട്ട് തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡബിൾ ടേപ്പൊക്കെ മാറ്റി ഒരു പെർമനൻറ്റ് സ്കെച്ച് ഒക്കെ വാങ്ങിയിട്ട് രണ്ടാമത് പാക്ക് ചെയ്തിട്ട് ആണ് കേട്ടോ പേരൊക്കെ എഴുതി സെറ്റ് ചെയ്തത്. അങ്ങനെ സംഭവമൊക്കെ എല്ലാം സെറ്റാക്കി ജിബിൻ്റെ വീട്ടിലേക്ക് പോയി സാധനങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് കുരിയേശ്വരൻ്റെ പള്ളിയിലേക്ക് പോയി. രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനമൊക്കെ ഏൽപ്പിച്ചപ്പോൾ അങ്ങനെ സമാധാനമായി. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ചിൽ ദെൻ ബൈ ഗൈസ്. ഒരു ബൈ കൊടുത്ത്